സോണിയാഗാന്ധി കള്ളവോട്ട് ചെയ്തോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ശരിക്കും സോണിയാഗാന്ധി കള്ളവോട്ട് ചെയ്തോ? അത് കൗതുകരമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വരാനിരിക്കുകയാണ്. പക്ഷേ രസകരമായൊരു കാര്യം പറയാം. സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണല്ലോ. രാജീവ് ഗാന്ധി ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി ഏതോ ബാർ ഹോട്ടലിൽ വെച്ച മറ്റേ കാണുന്നു, പരിചയപ്പെടുന്നു, 2 കുപ്പി ബിയറിന് ഒരു രാജ്യം കിട്ടി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിപ്പോയി. ഏതായാലും അങ്ങനെ പരിചയപ്പെട്ടു, ഇന്ത്യയിലേക്ക് വന്നു, ഇന്ദിരാഗാന്ധിയുടെ മരുമകളായിട്ട് താമസിക്കുന്നു. പക്ഷേ സോണിയാഗാന്ധി ഇവിടെ വന്നിട്ട് പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ പൗരത്വം എടുത്തില്ല. ഇറ്റലിക്കാരിയായിരുന്നു. ഇറ്റാലിയൻ പൗരത്വത്തിൻ്റെ ഒരു വിശേഷം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് എന്നാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം എടുത്തതെന്ന് അറിയണം. 1983 ഏപ്രിൽ 30 സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത്. അപ്പോൾ ഇറ്റാലിയൻ പൗരത്വം സീസ് ചെയ്തു, ഇന്ത്യക്കാരിയായി. അതായത് ഏപ്രിൽ 29, 1983 വരെ സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണ് ആണല്ലോ. പക്ഷേ 1980 വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേരുണ്ട്. അതെങ്ങനെ സംഭവിക്കും? നമ്മുടെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ. ഇപ്പോൾ ഈ സുപ്രീം കോടതി ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ നടത്തുന്നുണ്ട്, SIR. അതായത് അപ്പം പൗരത്വ രേഖകൾ ഹാജരാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണോ എന്നിട്ട് ഡോക്യുമെൻ്റ് കൊണ്ടുവരും, നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കാം. നിങ്ങളുടെ പേരുണ്ട്, നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ ചിലർ പറയുന്നത് അങ്ങനെ പൗരത്വം ചോദിക്കാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷനില്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, പക്ഷെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഭരണഘടന പറഞ്ഞിരിക്കുന്നത് പൗരന്മാരെ മാത്രമേ വോട്ടർ പട്ടിക ചേർക്കാവുള്ളതാണ്. അപ്പോൾ പിന്നെ പൗരന്മാരാണെന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത കൂടെ ഞങ്ങൾക്കുണ്ട്. അതിപ്പോൾ സുപ്രീം കോടതി തത്വത്തിൽ ശരിവെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. സോണിയാഗാന്ധിക്ക് ഇപ്പോൾ വന്നൊരു കുരുക്കെന്ന് പറഞ്ഞാൽ, സോണിയാഗാന്ധി ഇങ്ങനെ 1980 എങ്ങനെ സോണിയാഗാന്ധി ഇറ്റാലിയൻ പൗരയായിരിക്കെ, സിറ്റിസണായിരിക്കെ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെ വന്നു എന്നത് ഒരു വലിയ നിയമപ്രശ്നമായി മാറുകയാണ്. ഡൽഹിയിലെ സെൻട്രൽ ഡൽഹി ബാർ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായ വികാസ് ത്രിവേദിയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വികാസ് ത്രിവേദി ഭാരതീയ ന്യായ സംഹിതയിലെ 175A വകുപ്പ് പ്രകാരമാണ് ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി കൊടുത്തിരിക്കുന്നതിന് പറയുന്നത്, ഈ വിദേശ പൗരത്വമുള്ള ആൾക്ക് ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ അംഗത്വം കിട്ടി ഇനി അവർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. പിന്നീട് ഇത് ഒഴിവാക്കപ്പെട്ടു, ഇത് പേര് വിവാദമായപ്പോൾ മാറ്റി. പക്ഷേ എങ്ങനെ വിദേശ പൗരയായിട്ടുള്ള സോണിയാഗാന്ധി ഈ വോട്ടർ പട്ടികയിൽ വന്നു? അത് അങ്ങനെ ചെയ്തിരിക്കുന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ 16(1)A വകുപ്പിൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് അത്തരം ലംഘനം നടത്തിയാൽ ക്രിമിനൽ കുറ്റം വരും, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കടക്കമുള്ള കാര്യങ്ങൾ വരും. പക്ഷേ ഇപ്പോൾ ഈ സാധനം ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. രാഹുൽ ഗാന്ധി തുറന്നു വിട്ട ഒരു വോട്ട് ചോരിയുടെ ഭാഗമായിട്ട് പുറത്തു വരികയാണ്. വന്ന് വെച്ച ഉണ്ടയെല്ലാം രാഹുലിൻ്റെ മൂട്ടിൽ തന്നെ കൊണ്ടു എന്നൊരു അവസ്ഥയിലാണ്. ഇപ്പം രാഹുൽ കെണിവെച്ചു, സോണിയ കുടുങ്ങി. ഇക്കാലം അത്രയും കോൺഗ്രസിൻ്റെ വക്താവായിരുന്ന പവൻ ഖേരയാണ് ഘോരം സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും വന്നിരുന്നിട്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ എന്തായിരുന്നു, പവൻ ഖേരയ്ക്ക് മാത്രമല്ല, പവൻ ഖേരയുടെ ഭാര്യയ്ക്കും 2 വോട്ടർ ID കാർഡുണ്ട്, 2 ഇതൊക്കെ വലിയ അഴിമതിയാണ്, വലിയ ക്രമക്കേടാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വക്താവ് തന്നെ പെട്ടു. മാത്രമല്ല, പെറ്റതള്ള പൊറുക്കൂല എന്ന് പറയുന്ന പോലെ പെറ്റതള്ളക്കിട്ടാണ് ഇപ്പോൾ പണി. പെറ്റതള്ള ഇപ്പോൾ എങ്ങനെ വോട്ടർ പട്ടികയിൽ വന്നു? അപ്പം മാത്രമല്ല, ഞാൻ പറഞ്ഞ വർഷമുണ്ടല്ലോ 1983 ഏപ്രിൽ 30. എന്തുകൊണ്ടാണ് ഉണ്ടിരുന്ന നായർക്കൊരു ഉൾവിളി എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു ചൊല്ലുള്ളതുപോലെ, എന്തുകൊണ്ടാണ് 10-20 വർഷക്കാലം പൗരത്വം എടുക്കാതിരുന്ന സോണിയാഗാന്ധി വളരെ പെട്ടെന്ന് 1983 ഇന്ത്യൻ പൗരത്വം എടുത്തേക്കാം എന്ന് തീരുമാനിച്ചത്? എനിക്കറിയില്ല. പക്ഷേ 1984 ഒക്ടോബർ 31 സംഭവം നടന്നു. രാവിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സഫ്ദർജംഗ് റോഡിലുള്ള തൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. നടന്നു വരുമ്പോൾ രാവിലെ 9:30 മണിക്കാണ് അവരുടെ അംഗരക്ഷകരായിരുന്ന ബിയാൻ സിംഗും സത്വന്ത് സിംഗും അവരെ വെടിവെക്കുന്നു. വെടിവെച്ച 1 വെടി 2 വെടിയൊന്നുമല്ല, വെടിവെച്ച അരിപ്പ പോലാക്കി കളഞ്ഞു. ഇന്ദിരാഗാന്ധി അവിടെ വീണ് കൊല്ലപ്പെട്ടു. ഈ സഫ്ദർജംഗ് റോഡിലെ ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ ഇന്ദിര വെടിയേറ്റ് വീണ സ്ഥലമല്ല, ഇപ്പോൾ ഗ്ലാസ്സൊക്കെ ഇട്ട് മറിച്ച് ഇന്ദിരയുടെ സ്മാരകമാക്കി മാറ്റിയിട്ടുണ്ട്. അത് 84 ഒക്ടോബർ 31. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം എടുക്കുന്നത് ഏപ്രിൽ 30, 1983.
ഞാൻ 2 വർഷം വെറുതെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇനി പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെ ഭാര്യ ഒരു വിദേശ പൗരയായിരിക്കുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. ഇതൊക്കെ സോണിയാഗാന്ധി നേരിട്ട് മുൻകൂട്ടി കണ്ടോ എന്നൊരു സംശയം ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇനി മാത്രമല്ല, അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമൂടെ കഴിയുമ്പോൾ ശ്രീപെരുമ്പത്തൂരിൽ വെച്ചിട്ട് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു. ഈ 2 സംഭവങ്ങളിലും ഇന്ദിരാഗാന്ധിയുടെ മരണം, രാജീവ് ഗാന്ധിയുടെ മരണം രണ്ടും എടുത്തു വെച്ചിട്ട് ആളുകൾ പറയുന്നുണ്ട് ഏറ്റവും അടുപ്പം എപ്പോഴും ഇന്ദിരാഗാന്ധി പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സതീഷ് ധവാനോ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് രാവിലെ ഇന്ദിരാഗാന്ധി നടന്നു പോകുമ്പോൾ ഒപ്പം നടന്നില്ല. അതുപോലെ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരാരും രാജീവ് ഗാന്ധിയുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. യാദൃശ്ചികമാണ്. രണ്ടിനും ചില സിമിലാരിറ്റീസ് ഉണ്ട്. 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആളും അല്ലേ, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ആളും കൊല്ലപ്പെടുന്നു. എപ്പോഴും ഇരുവർക്കും ചുറ്റും വലയം തീർത്ത് ചുറ്റും സദാസമയം ഞങ്ങൾ ഈ പറയുന്ന വലിയ നേതാവിൻ്റെ സ്വന്തം ആളുകളാണെന്ന് സ്ഥാപിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ 2 ദുരന്തങ്ങൾ നടക്കുമ്പോഴും അടുത്തുണ്ടായിരുന്നില്ല. അതിനകത്തൊരു കോൺസ്പിറസി തിയറി അന്നു മുതലേ ഉണ്ട്, ഒരു ഗൂഢാലോചന. ചിലർക്കറിയാമായിരുന്നു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടും, രാജീവ് ഗാന്ധി കൊല്ലപ്പെടും എന്നൊക്കെ അറിയാമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ സമയമായപ്പോൾ മാറിക്കൊടുത്തതാണ് എന്നുള്ളൊരു പ്രചാരണമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചതിൽ അസ്വാഭാവികതയുണ്ട്. കാരണം വേണമെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ പൗരത്വം സ്വീകരിക്കാമായിരുന്നു. അത് സ്വീകരിച്ചില്ല. ഇപ്പം അന്ന് ഈ 2 ആഴ്ച മുമ്പാണ് സോണിയാഗാന്ധിക്ക് പൗരത്വം കിട്ടുന്നതിന് മുമ്പ് സോണിയ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നപ്പോൾ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞതെന്നറിയോ, അത് സോണിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായത് കാരണം ഇലക്ഷൻ കമ്മീഷൻ ചുമ്മാ ചേർത്താണ്. വഴിയെ പോകുന്ന ആളുകളെ പിടിച്ച് ഇലക്ഷൻ കമ്മീഷൻ അതിന് പ്രോസസ്സുണ്ട് അല്ലേ, അപേക്ഷ കൊടുക്കണം, അത് വെരിഫൈ ചെയ്യണം, ഇതൊക്കെ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ സോണിയാഗാന്ധിക്ക് അങ്ങനെ കൊടുത്തതാണെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ സോണിയാഗാന്ധിക്ക് ഒരു കുരുക്ക് വീണ്ടിരിക്കുക. സോണിയാഗാന്ധി പല കുരുക്കിലാണ്, നാഷണൽ ഹെറാൾഡ് കേസുണ്ട്, ഉൾപ്പെടെയുള്ള പല കേസുകളുണ്ട്. അപ്പം ഒരു മകൻ, ഈ മന്ദബുദ്ധിയായ പിള്ളേർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. വീട്ടിലെ പാത്രങ്ങൾ തല്ലി പൊട്ടിക്കും, ചുമ്മാ ഇരിക്കുന്നു, ഗ്ലാസ് എടുത്ത് നിലത്തിടും. ഉടനെ പിന്നെ പാവപ്പെട്ട അമ്മ വന്നിട്ട് തൂത്തുവാരി പെറുക്കിയെടുത്ത് കളയേണ്ടി വരും. അതിനിടയ്ക്ക് ഒരു കുപ്പിച്ചില് വന്ന് അമ്മയുടെ കയ്യെ കൊള്ളും, അമ്മയുടെ കയ്യിൽ നിന്ന് ചോര വാർന്ന് ഒരുപാട് രക്തം പോകും, ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും എന്ന് പറയുന്ന പോലെ നമ്മുടെ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അതുപോലെ ഉപമിച്ചെടുത്താൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നതിൻ്റെ ഫലം ഇപ്പോൾ സോണിയാഗാന്ധി അനുഭവിക്കാൻ പോവാണ്. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധിക്ക് മൊത്തത്തിലൊരു ദുരൂഹതയുണ്ട്. സോണിയാഗാന്ധി താമസിക്കുന്ന നമ്പർ 10 ജൻപത്ത് അല്ലേ, അവിടെ ഒരു ചാപ്പലുണ്ട്, അറിയാമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി താമസിക്കുന്നതിനേക്കാളും വലിയ വസതി, വിസ്തൃതമായ ഭൂമിയുള്ള സ്ഥലം, അവിടെയാണ് സോണിയാഗാന്ധി താമസിക്കുന്നത്. സോണിയാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആരോഗ്യമില്ലായിരുന്നു, അനാരോഗ്യം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കായിരുന്നു. പാർലമെൻറ്റിൽ വന്ന് ഇടപെടാൻ വയ്യ, രോഗമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ രാജ്യസഭയിൽ വന്നതെന്തിനാ? രോഗമുള്ള ആൾ വിശ്രമിക്കല്ലേ വേണ്ട. സിമ്പിൾ, നമ്പർ 10 ജൻപതിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ പറ്റില്ല. നമ്പർ 10 ജൻപതിൽ നിന്ന് സോണിയാഗാന്ധി എന്തെങ്കിലും ഇറങ്ങിപ്പോയാൽ സംഭവിക്കുന്നതെന്നറിയാമോ? അവിടെ സർക്കാരിൻ്റെ സ്ഥലത്ത് സോണിയാഗാന്ധി ഉണ്ടാക്കിയിരിക്കുന്ന പള്ളി ലോകം കാണും. ഇത് വലിയ പ്രശ്നമാണ്, പൊതുസ്ഥലമാണ്. ഒരു MP താമസിക്കാൻ കൊടുക്കുന്ന ഔദ്യോഗിക ബംഗ്ലാവെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തതിനേക്കാളും വലിയ വിസ്തൃതിയുള്ള ഭൂപ്രദേശത്ത് അതിനേക്കാളും വലിയൊരു മാൻഷനാണ് സോണിയാഗാന്ധി താമസിക്കുന്നത്. ആരാണ്? ഷീസ് ഓൺലി ആൻ MP അല്ലേ. നമ്മുടെ ഹൈബി ഈഡനും സോണിയാഗാന്ധിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല, രണ്ടുപേരും MP ആണ്. ഹൈബി ഈഡൻ പിന്നെ വേണമെങ്കിൽ ഇലക്ഷൻ നിന്ന് ജയിച്ച MP ആണെന്ന് പറയും. ഇവർ നോമിനേറ്റഡ് അല്ല, രാജ്യസഭാ MP ആണ്. അപ്പോൾ ഹൈബി ഈഡൻ്റെ അത്രയേ ഉള്ളൂ വേണമെങ്കിൽ. അല്ല, ഹൈബി ഈഡൻ അല്ല, നമ്മുടെ ആലുവാക്കാരി ജബി മേത്തറല്ലേ രാജ്യസഭ. ജബി മേത്തറും സോണിയാഗാന്ധി ഒരുപോലെ, രണ്ടുപേരും രാജ്യസഭാ അംഗങ്ങളാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കൊട്ടാര സദൃശ്യമായ ഒരു മാൻഷൻ എന്തിനാണ് സോണിയാഗാന്ധിക്ക്? ഒഴിയണ്ടല്ലേ. സോണിയാഗാന്ധി അവിടെ നിന്ന് ഇറക്കാൻ മോദി ഒന്ന് തീരുമാനിച്ച് നോക്കട്ടെ. സോണിയാഗാന്ധി ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞിവിടെ ചന്ദ്രഹാസം അടക്കം. സത്യത്തിൽ ഇവിടുത്തെ ഏത് MP-ക്കും അർഹതപ്പെട്ടതുപോലെ ഒരു ഇടത്തരം ബംഗ്ലാവിന് മാത്രം അർഹതയുള്ള സോണിയാഗാന്ധി രാജ്യത്തെ ഏറ്റവും വലിയ വസതിയിലാണ് താമസിക്കുന്നത്. പ്രധാനമന്ത്രിക്കുള്ളതിനേക്കാളും വിസ്തൃതമായ ഭൂമിയിൽ അവിടെ ഒരു പള്ളിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതൊന്നും വിട്ടുകൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവരവിടെ ഇരിക്കുന്നത്. ഏതായാലും ഈ കുടുംബം, ഈ രാജ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒസ്യത്ത് പ്രകാരം ഞങ്ങൾ അനുഭവിക്കേണ്ടതാണെന്ന് കരുതിയിരിക്കുന്നവർക്ക് ഇപ്പോൾ 2014 മുതൽ ആ സ്വപ്നം ഒരു മരീചികയായി മാറി. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചെക്കനെയും കൊണ്ട്, ചെക്കനെന്നൊക്കെ പറയാമോ, 50-55 വയസ്സുള്ളവനെ ചെക്കൻ എന്ന് വിളിക്കുന്നവരെ നമുക്ക് തലയ്ക്ക് അസുഖമെന്ന് പറയും. ഏതായാലും രാഹുൽ ഗാന്ധി എടുക്കുന്ന എല്ലാ നിലപാടുകളും, നമ്മൾ ഈ മറവത്തൂർക്കാരൻ ഒരു സിനിമ ഉണ്ടല്ലോ, രാത്രി പന്നിയെ വെടിവെക്കാൻ വേണ്ടി മമ്മൂട്ടി നടന്നു കഴിഞ്ഞാൽ വെടി കൊണ്ട് ശ്രീനിവാസൻ്റെ മൂട്ടി കൊണ്ടിട്ട് മരത്തെ പിടിച്ച് നിൽക്കുന്നൊരു നിപ്പില്ലേ, അതുപോലെയാണിപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. ഇപ്പോൾ ഇനി അടുത്ത എന്തോ ന്യൂക്ലിയർ എന്ത് ബോംബാണ്, ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ദയനീയമായി എനിക്ക് തോന്നിയതെന്നറിയാമോ, ബാംഗ്ലൂർ സെൻട്രലിലെ കണക്ക് പറഞ്ഞിട്ടാണല്ലോ രാഹുൽ ഗാന്ധി ആരംഭിച്ചത്. ബാംഗ്ലൂർ സെൻട്രലിൽ മഹാദേവപുര എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണിയപ്പോഴത്തേക്ക് ബാക്കി 6 സ്ഥലത്തിലെ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം മറികടന്ന് BJP ജയിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത് തെറ്റായിരുന്നു. കാരണം അവിടെ 4-4 ആയിരുന്നു. 4 സീറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്തു, 4 BJP ലീഡ് ചെയ്തു. ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് BJP കിട്ടിയ മാർജിൻ കൊണ്ട് ജയിച്ചു. ഇത് തന്നെ മഹാരാഷ്ട്രയിലെ ധൂലയിൽ സംഭവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ധൂലയിൽ 8 മണ്ഡലങ്ങളിൽ 7 BJP ലീഡ് ചെയ്തു. മലേഗാവ് സെൻട്രൽ എന്ന് പറഞ്ഞ മണ്ഡലം എണ്ണിയപ്പോൾ 2 ലക്ഷം വോട്ടിൻ്റെ ലീഡ് കിട്ടിയിട്ട് കോൺഗ്രസ് ജയിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുകൂടെ ബാലൻസ് ചെയ്യണം. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പറ്റിയത് കണക്കേ തെറ്റിപ്പോയി. മഹാദേവപുരയിൽ മാത്രമായിരുന്നില്ല BJP ലീഡ് ചെയ്തത്, ബാക്കി 3 കൂടെ ലീഡ് ചെയ്തിരുന്നു. അത് തെറ്റായി പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പത്രസമ്മേളനം പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈഡ്രജൻ ബോംബ് പറഞ്ഞപ്പോഴും അദ്ദേഹം മഹാദേവപുര പറഞ്ഞു. അതായത് തനിക്ക് പറ്റിയ തെറ്റ് ഒന്നുകിൽ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ തനിക്ക് തെറ്റ് പറ്റി എന്ന് സമ്മതിക്കാൻ തയ്യാറായില്ല. ഈ ബൈബിൾ കഥയുണ്ടല്ലോ, പിലാത്തോസ് എഴുതിയതാണ്, അത് മാറ്റില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഊളത്തരമാണെങ്കിലും അത് ഞാൻ മാറ്റില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഊളകളുടെ രാജാവായി ഉള്ള ഒരു മത്സരം നടക്കുകയാണെങ്കിൽ അതിൽ എൻട്രി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരിക്കുന്ന ഒരാളെ പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഏതായാലും ഈ സോണിയാഗാന്ധിക്ക് എങ്ങനെ രാജ്യത്തെ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് വന്നു എന്നത് ഗൗരവമുള്ള ചോദ്യമാണ്. കാരണം ഇന്ത്യയിലെ ഒരു കുടുംബത്തിലെ ആളുകൾക്ക് രാജ്യത്തെ ഏത് സംവിധാനത്തിൽ, ഇലക്ഷൻ കമ്മീഷനാവട്ടെ വോട്ടർ പട്ടികയാവട്ടെ, എല്ലാം അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുമായിരുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് പൗരത്വം കിട്ടുന്നതിന് മുമ്പ് സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ വന്നത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു നിർണായകമായ തീരുമാനം സെപ്റ്റംബർ 10 വരും. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രശ്നത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ പൗരത്വം സംബന്ധിച്ചുള്ള ഒരു വിശേഷം പറയാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം ഇറ്റലിക്കാർക്ക് ഒരു ഇറ്റാലിയൻ നിയമം അനുസരിച്ച് ഇറ്റലിക്കാർ ലോകത്തെവിടെയാണെങ്കിലും അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇറ്റാലിയൻ പൗരന്മാരായിരിക്കും. അങ്ങനൊരു കാര്യമുണ്ട്. അതേസമയം മറ്റ് രാജ്യങ്ങളിൽ ഇപ്പം വേറെ രാജ്യത്തുള്ള ഒരാൾ ഇന്ത്യയിൽ വെച്ച് പ്രസവിച്ചാൽ, അമേരിക്കയിൽ ട്രംപ് നിർത്തി, പ്രസവ ടൂറിസം ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞു. കാരണം പ്രസവിക്കാറാകുമ്പോൾ നേരെ പോയി അമേരിക്കയിൽ പോയിട്ട് പ്രസവിക്കും. അപ്പോൾ ആ കൊച്ചിന് ഓട്ടോമാറ്റിക്കലി അമേരിക്കൻ പൗരത്വം കിട്ടും. അത് ട്രംപ് നിർത്തി. അതുപോലെ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ഉണ്ട്. അതിൻ്റെ ഒരു വകഭേദമാണ് ഇറ്റലി പറയുന്നത്. ഇറ്റലിയിൽ വെച്ച് ജനിക്കണമെന്നില്ല, ഇറ്റലിക്കാർ ലോകത്തെവിടെ പോയി പ്രസവിച്ചാലും ആ കുഞ്ഞുങ്ങൾ ഇറ്റാലിയൻ പൗരന്മാരായിരിക്കും. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പൗരത്വം ഉണ്ടോ ഇറ്റാലിയ? ഉണ്ടാവണ്ടേ. ഇറ്റാലിയൻ നിയമപ്രകാരം രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക് ഇറ്റാലിയൻ പൗരത്വമുണ്ട്. 83 ഏപ്രിൽ 30 മുമ്പാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജനിച്ചതെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഇറ്റാലിയൻ നിയമപ്രകാരം ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വമാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. വിഘ്നേഷ് ശിശിർ അത് അലഹബാദ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് ഒരുപാട് നീണ്ടുപോയി. കേസ് ഇടയ്ക്ക് ക്ലോസ് ചെയ്തു. വീണ്ടും ബ്രിട്ടനിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന രേഖകൾ ഹാജരാക്കിയപ്പോൾ അലഹബാദ് ഹൈക്കോടതി ആ കേസ് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. റീഓപ്പൺ ചെയ്യുക മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു വിഘ്നേഷ് ശിശിറിന് പോലീസ് സംരക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കോടതി അത് ഗൗരവത്തിൽ കാണുന്നു. ഇയാൾ ഈ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു. ബ്രിട്ടീഷ് സർക്കാർ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമാണ് അലഹബാദ് ഹൈക്കോടതി, വെറുതെ കോടതിയൊന്നുമില്ല, അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു വിഘ്നേഷ് ശിശിറിന് 24 മണിക്കൂറും പോലീസ് സംരക്ഷണം കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം ഏതാണ്ട് കോടതിക്കും ബോധ്യപ്പെട്ടു. ഇയാളുടെ പരാതിക്കാരൻ്റെ ജീവന് ആപത്തുണ്ടാകും എന്ന തരത്തിൽ ഒരു ധാരണ കോടതിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ രാഹുൽ വിൻസി എന്ന് പറയുന്ന പേരുള്ളതായിരിക്കും. അതെ, അത് പറഞ്ഞിട്ടുണ്ട്.
മീൻസ് ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ വന്നത് ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് ഈ കുടുംബം, ഈ രാജകുടുംബം പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.